അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. റമദാൻ മാസത്തിലെ അവസാന 10-ലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷത്തെ റമദാനിൽ നമ്മളിൽ ആരെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഈ റമദാനിൽ വളരെ വളരെ ആദരവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഈ റമദാൻ മാസത്തിൽ നീങ്ങും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോടു കൂടി അതെല്ലാവരും ഉപകാരപ്പെടുത്തുക. വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ ആരെങ്കിലും 70 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് നീ ഉദ്ദേശിച്ച ആഗ്രഹം എന്താണ് അത് വളരെ പെട്ടെന്ന് തന്നെ അത് സാധിച്ചു കിട്ടുന്നതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം, കൂടിപ്പോയാൽ ഒരാഴ്ച, അതിനുള്ളിൽ തന്നെ ആഗ്രഹം എന്താണ് അത് സാധിച്ചു കിട്ടുന്നതാണ്. റമദാൻ മാസവും ഈ വെള്ളിയാഴ്ചയും കൂടി അവസാന വെള്ളിയാഴ്ച, നമ്മുടെ റമദാൻ മാസത്തെ അവസാന വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ആരും ഇത് പാഴാക്കി കളയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ചൊല്ലുക. ഈ ഒരു ദിക്ർ ചെല്ലുകയാണ് എങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടങ്ങൾ എല്ലാം വീടാനുള്ള വഴി കാണിച്ചു കൊടുക്കും. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. മക്കൾക്ക് ഐശ്വര്യവും ബർക്കത്തും ലഭിക്കും. മക്കളില്ലാത്തവരാണ് എങ്കിൽ അവർക്ക് മക്കളെ ലഭിക്കും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും. ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് ഈ ഒരു ചെറിയ ദിക്ർ കൊണ്ട്. വെറും 70 പ്രാവശ്യം, കുറച്ച് സമയം മതി. വെറും ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഒരു വെള്ളിയാഴ്ച, അങ്ങനെ ഒരാഴ്ച മതി നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് ആരും പാഴാക്കി കളയാൻ പാടില്ല. ദിക്ർ ഏതാണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ 70 പ്രാവശ്യം ചൊല്ലിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും വളരെ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. നീ ഉദ്ദേശിച്ച കാര്യം എന്താണോ ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തി തരുക തന്നെ ചെയ്യും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇതുപോലുള്ള കാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ മോശം കാര്യമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചൊല്ലാതിരിക്കുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും ഈ ഒരു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് മുറുകെ പിടിച്ചോളും. നമുക്ക് എല്ലാവർക്കും ഇത് ചൊല്ലുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.